നമസ്കാരം. ഇന്നത്തെ ഈ ഇന്റർവ്യൂ നമുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോ തന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ആദ്യമേ അറിയിച്ചുകൊണ്ട്, മിമിക്രി എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമിനെ ഇത്രയും ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ അതിനൊക്കെ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് തീർച്ചയായിട്ടും താങ്കളെ പോലെയുള്ള ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. വിനീത് ബ്രോ പൊളി മാസം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും. പുഞ്ചിരിക്കാറ്റേ പാടും പൂങ്കാറ്റേ കുളിർക്കാറ്റേ. സിംഗേഴ്സിനെ ഇങ്ങനെ അനുകരിച്ചാണ് ഞാനിങ്ങനെ ചെയ്ത് തുടങ്ങിയത്. പിന്നെ കലോത്സവത്തിനൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ സബ് ജില്ലയിൽ നിന്ന് ജില്ലയിൽ പോയി പിന്നെ സ്റ്റേറ്റിൽ പോകേണ്ടി വന്നപ്പോൾ നമുക്ക് വീട്ടിൽ പറയണമല്ലോ. അന്ന് തൃശ്ശൂരായിരുന്നു ഫസ്റ്റ്. അപ്പം വീട്ടിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ മിമിക്രിക്കാണ് പോകുന്നതെന്ന് വീട്ടുകാരറിഞ്ഞത്. പിന്നെ ഒരു ചെറിയ രീതിക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ അവരൊക്കെ വന്നൊക്കെ തുടങ്ങി കൂടെ മത്സരത്തിനൊക്കെ. അമ്മയാണ് എപ്പോഴും കൂടെ വരുന്നത്. ഏതൊക്കെ താരങ്ങളുടെ ശബ്ദമാണ് ഇപ്പോൾ എണ്ണി നോക്കിയിട്ടുണ്ട്? എത്ര പേരുടെ ശബ്ദം അനുകരിക്കാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് എണ്ണി നോക്കിയിട്ടില്ല, എന്നാലും ഏകദേശം ഞാനിങ്ങനെ എഴുതി വെക്കാറുണ്ടോ ബുക്കിൽ. എന്നിട്ടിങ്ങനെ ടിക്ക് 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 എത്ര വരെ ആയിപ്പോ? ഇതിപ്പോൾ ഒരു 10-85 ആയി. 100 100 കാരണം നമുക്ക് 100 ആക്കണമെങ്കിലേ അത് ആ വോയിസിൽ ഇച്ചിരി പെർഫെക്ഷൻ ഇച്ചിരി കൂടെ ബെറ്റർ ആയാലേ എനിക്ക് അതിൽ നമ്പറിൽ ഉൾപ്പെടുത്തുള്ളൂ. അല്ലാതെ നമ്മൾ കംപ്ലീറ്റ് ആയതിനു ശേഷം ചെയ്യുന്നു. ഇപ്പൊ ചിലരുടെയൊക്കെ നമുക്ക് വെറുതെ ഒക്കെ ചെയ്യാൻ പറ്റും. ഒരു